ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹ് എല്ലാവർക്കും ആദ്യമായി ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? നാട്ടിൽ മഴയല്ലേ? ഞാൻ കേരളത്തിലെ കാര്യം ചോദിച്ചത്. ഇപ്പം പല പല ജില്ലകളിൽ, ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ്. പല പല ജില്ലകളിൽ നല്ല മഴയാണ് ഇപ്പോൾ, രാത്രിയായാലും പകലായാലും ഒക്കെ. അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ തീമിലേക്ക് വരാം. സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോഗിംഗ് എന്നാണ് എൻ്റെ ടാഗ്. ഞാൻ വന്നിരിക്കുന്നത് സ്ട്രഗിൾ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ പല പല വ്യക്തികളും പല പല ആളുകളും പല പല സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് പല മേഖലകളിലും എന്തായാലും മുൻപന്തിയിലും ഒക്കെ എത്തിയിരിക്കുന്നത്. അതിൽ ഒന്നും എത്തിപ്പെടാത്ത ആളുകളുണ്ട്, എത്തിപ്പെട്ട ആളുകളുണ്ട്. അത് നമ്മളെ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രായത്തിൽ തുടങ്ങിയതല്ല. നമ്മൾ ചെറുപ്പകാലം മുതൽ, നമ്മുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണെന്ന് തന്നെ ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന കാലത്ത്, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ മറ്റുള്ളവർ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആവാനും ഇതാവാനൊക്കെ. അതിനുശേഷം നമ്മൾ കോളേജിലെത്തി, കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ശേഷം നമ്മൾ ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യും. പിന്നെ സൗഹൃദത്തിന് വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യും. പിന്നെ പ്രണയത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ പല പല സ്ട്രഗിളും നമ്മൾ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു മൂവി കാണാനിടയായി. ബോളിവുഡ് ടൈംസ് എന്ന നെസ്ലിൻ്റെ മൂവി. എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എസ്പെഷ്യലി നെസ്ലിൻ്റെ ക്യാരക്ടർ, വിനീത് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ആ ലൈഫ്, ആ ക്യാരക്ടറിൻ്റെ ലൈഫ് കടന്നു പോകുന്നത്. ഞാൻ ആ സിനിമയെക്കുറിച്ചൊന്നും ഞാൻ എന്താ പറയുക, കൊല്ലാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ കഥയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അത് സിനിമയ്ക്കുള്ളൊരു സിനിമ ആണ്, മൂവി പറയുന്നത്. ഞാൻ അതിലെ ഡയറക്ടർ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ തന്നെ പുള്ളിയുടെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനത് മനസ്സിലാക്കിയ സംബന്ധിച്ച് പുള്ളി കുറേ സ്ട്രഗിൾ ചെയ്തൊരു മനുഷ്യനാണ് ഡയറക്ടർ. പുള്ളി അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് പുള്ളി ഫിലിം ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ, അതിൽ നടന്ന കുറേ കാര്യങ്ങൾ പുള്ളിയുടെ ലൈഫിൽ നടന്നതായിരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനത്തെ ഒരുപാട് ഫേസ് ചെയ്തതാണ്. ഞാനിപ്പോൾ എൻ്റെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തും കൂടി വെച്ചാണ് ഞാൻ കണ്ടത്. വെച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അത് എനിക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണുള്ളത്. ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു എന്നെ മാത്രമല്ല നീ പറയില്ല. ഞാൻ പറഞ്ഞു എന്നെപ്പോലെ അതായത് ശ്രമിച്ചിട്ടും എവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് സിനിമ വന്നത്. ഞാൻ എൻ്റെ ഇതിൽ വ്യക്തിയോട് പറഞ്ഞത് സംബന്ധിച്ച് നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞ് ജയിച്ചതിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത്. തോറ്റവരെ കുറിച്ചും പിന്നെ എന്താ പറയുക, അവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് ഒരുപാട് ശ്രമിച്ചിട്ടും ഇവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ചുമാണ് സിനിമ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. കാരണം ഞാൻ ഒരു ഷോർട്ട് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ സിനിമയുടെ തിരക്കഥ ഇതാണെന്ന് നടന്ന ഒരുപാട് കാലങ്ങളായി. ഞാൻ എൻ്റെ 2020 കാലഘട്ടത്തിലാണ് ഞാൻ ഒരു തിരക്കഥ എഴുതുന്നത്. അതിന് മുമ്പ് ഞാൻ ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും കറക്റ്റൊന്നും ആയിട്ടില്ല. ജോലിയും മറ്റുള്ള പല പല കാര്യങ്ങളൊക്കെ ആയിട്ടും നടന്നിട്ടില്ല. ഞാൻ 2020 ലോക്ക്ഡൗൺ ആകുമ്പോൾ തന്നെ ഞാനൊരു കഥ എഴുതുന്നത്. അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ചെറിയൊരു അവൻ്റെ ഒരു ട്രാജഡി എന്ന് തന്നെ പറയും. അതിൽ നിന്ന് ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു തിരക്കഥ ഞാൻ എഴുതുന്നത്. അത് ഏകദേശം പൂർത്തിയായി. അത് പിന്നെ അത് നടന്നിട്ടൊന്നുമില്ല. അതങ്ങനെയുണ്ട്, കിടക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ പല പല ആളുകളും പല ഇതിലും പറയാറുണ്ടല്ലോ, ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ എഴുതിയേക്കും, കഥകളൊക്കെ എഴുതിയേക്കും. പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അതുപോലത്തെ ആളാണ് ഞാനൊന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഞാനങ്ങനെ എൻ്റെ സ്റ്റോറി നിങ്ങളോട് പറയില്ല. ഞാൻ ബോളിവുഡ് ടൈംസ് മൂവി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് റിലേറ്റീവ് ആയ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തു പറയേണ്ടത് ഇത് കള്ളനും കാമുകി എന്നുള്ള ഞാൻ എഴുതിയൊരു ചെറിയൊരു ബുക്കാണ്. ഇത് സത്യത്തിൽ ഒരു ഷോർട്ട് സിനിമയായിട്ട് വരേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ബിഗിനിങ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു നോവൽ, ഇതും സത്യത്തിൽ ഷോർട്ട് സിനിമയായിട്ട് വരേണ്ടതായിരുന്നു. ഞാൻ സത്യത്തിൽ 2022 ദുബായിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിയുടെ ഒരു വളരെ കുഞ്ഞു സിനിമ, ഒരു 5-6 മിനിറ്റുള്ള ഷോർട്ട് സിനിമയിൽ ഞാൻ അത് കാണാൻ വേണ്ടി പോയതാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനപ്പുറം അവനതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ ആവുന്ന സംഭവം. പുള്ളി എന്നോട് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ലെവലിൽ ഞാൻ അതുപോലെ വർക്ക് ചെയ്തു. അപ്പോൾ ആ പരിചയത്തിന് പുറത്ത് അതിലെ ഡയറക്ടർ ഞാൻ, പിന്നെ അതിൽ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ നല്ല പരിചയത്തിന് പുറത്ത്, ക്യാമറമാൻ പരിചയത്തിന് പുറത്ത് എനിക്ക് പുള്ളിനോട് പറഞ്ഞ് ഞാൻ അടുത്തൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്, ഒരു ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് സപ്പോർട്ട് വേണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എൻ്റെ ഒന്ന് സപ്പോർട്ട് ഉണ്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് അറിയുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാനൊരു ചെറിയൊരു വൺലൈൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ഒരു തിരക്കഥ എഴുതി തരണം പറഞ്ഞു. അങ്ങനെ ഞാനതിൻ്റെ ആൽബം സോങ്ങാണ് സംഭവം. ഞാൻ അതിൻ്റെ ഒരു തിരക്കഥ എഴുതി കൊടുത്താണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്.
തിരക്കഥാകൃത്ത്. എനിക്കതിൽ ഞാൻ പണ്ടും സിനിമ കാണുന്ന കാലത്ത് ഞാൻ ആഗ്രഹിക്കുന്ന അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് സിനിമയുടെ ബാക്കിൽ നിൽക്കണമെന്നാണ്. അത് തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറായാലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വലിയൊരു അംബിഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ അധികം ശ്രമിക്കാൻ എനിക്ക് പറ്റിയ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു തിരക്കഥ ഓരോ സ്റ്റോറി കണ്ടൊക്കെ എഴുതിയിട്ട് ഞാൻ അങ്ങനെ ഫേസ്ബുക്കിലും മറ്റുള്ള ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ആരൊന്നും നല്ലൊരു കമൻസും കാര്യങ്ങളും കിട്ടിയിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെയാണല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിനുശേഷം ഞാൻ 2023 ഞാൻ നാട്ടിലെത്തിയ ശേഷം ഞാൻ ഒരു ഓഗസ്റ്റ് മുതൽ ഒരു ഡിസംബർ വരെ 2023 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഞാനൊരു 5 മാസത്തോളം ഞാൻ എൻ്റെ കള്ളനും കാമുകിയും ഈ കള്ളനും കാമുകി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സംഭവിച്ചാൽ ഞാൻ അതിൻ്റെ ആഡിഷനൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഹീറോയിനെ കിട്ടിയും ക്യാമറനെ കിട്ടിയും മറ്റുള്ള ക്രൂവിനൊക്കെ എനിക്ക് കിട്ടിയും. ഞങ്ങൾ വളരെ ചെറിയ ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മൾ തുടക്കക്കാരനാകുമ്പം ഒരു ബാക്ക് സപ്പോർട്ട് മസ്റ്റായിട്ട് വേണം. അതില്ലെങ്കിൽ നമ്മുടെ ആ പ്രൊജക്റ്റ് നടക്കില്ലെന്ന് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ മറ്റുള്ളവരെ എനിക്കറിയില്ല. ഞാൻ ലൈഫിൽ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നു. സോ ഞാൻ ഈ കള്ളനും കാമുകി ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ 5 മാസത്തോളം ഞാൻ നടന്നു. പക്ഷേ എനിക്കത് നടന്നില്ല. കാരണം അതിൻ്റെ ടീമൊക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്ത്. പക്ഷെ അവർക്ക് എൻ്റെ ഈ കഥയിലാണോ ചിലപ്പോൾ എൻ്റെ ഈ ഡയറക്ഷനിലാണോ വിശ്വാസമില്ലെന്നൊന്നും എനിക്കറിയില്ല. അവർ അതിൽ നിന്ന് നൈസായിട്ട് മാറി. പക്ഷേ അതിൽ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന 2 പേര് പറയുന്നത് എൻ്റെ ക്യാമറമാനും അതിൽ ഹീറോ ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. പുള്ളി എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, മറ്റുള്ള കാരണവശാൽ എനിക്ക് പ്രൊജക്റ്റ് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ അവർ ഭാഗത്തുനിന്നും പിന്നെ മറ്റൊരു ഹീറോയിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞങ്ങൾക്കൊരു ക്യാരക്ടറാണിത്, കള്ളനും കാമുകിയിലെ ക്യാരക്ടർ പക്ഷെ അതെനിക്ക് കിട്ടിയില്ല വിചാരിച്ച പോലെ. പിന്നെ അത് പ്രൊജക്റ്റ് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ കുറച്ച് കാലം ഞാൻ വേറെ ഇതിലായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എന്നോട് പറഞ്ഞൊരു ചെറിയ ഷോർട്ട് സിനിമ ചെയ്യാൻ പറ്റാൻ ശ്രമിക്കുക, ഒരു കഥ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ കള്ളനും കാമുകിയുടെ കഥയാണ്. പക്ഷെ അതും അവൻ പറഞ്ഞു, ഈ കഥ എനിക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറൊരു സ്റ്റോറി ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യ ഷോർട്ട് ഫിലിമായ ദ ലാസ്റ്റ് പഫ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞാൻ റിലീസ് ചെയ്തത് 2024 ഒക്ടോബറാണ് അത് റിലീസ് ചെയ്തത്. അത് ഞാൻ ഒരു 2024 ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് മുതൽ ഞാൻ അതിൻ്റെ സ്റ്റോറിൻ്റെ അതിൽ ഇരുന്നു. ഞാനത് സ്ക്രിപ്റ്റൊക്കെ ഒരു മെയ് മാസം ആകുമ്പോൾ കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്തു. പക്ഷേ ആഡിഷൻ കിട്ടി. പക്ഷേ എനിക്ക് എൻ്റെ തെറ്റാണ്. ഞാൻ മറ്റുള്ള പറഞ്ഞത് എൻ്റെ തെറ്റെന്ന് വെച്ചാൽ എനിക്ക് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയം വളരെ കുറവായിരുന്നു. പിന്നെ ഫണ്ടിങ്, ഞാൻ പറഞ്ഞ ബാക്ക് സപ്പോർട്ട് എന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും ഒരു പുതിയ എന്ത് സംരംഭം തുടങ്ങുമ്പോഴും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് മസ്റ്റാണ്. അതില്ലെങ്കിൽ കാര്യം നടക്കില്ലെന്നാണ് ഞാൻ അനുഭവിച്ചൊരു ഫേസ് കൊണ്ട് പറയാം കേട്ടോ. മറ്റുള്ളത് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഫേസ് പറയണം. ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ എൻ്റെ പ്രശ്നം എനിക്ക് എന്നിട്ട് ഞാൻ അതിലുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഫണ്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു എൻ്റെ ദുബായിലുണ്ടായിരുന്ന. അവരെപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ കുറച്ച് എന്നെ ഫിനാൻഷ്യലി കുറച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ ഷോർട്ട് ഫിലിം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതിൽ എഡിറ്റിംഗ് ആയാലും ഡബ്ബിങ് ആയാലും പിന്നെ അതിൽ ഓരോരോ വർക്ക്, ഇപ്പോൾ ഷൂട്ട് വരെ എനിക്ക് ചെയ്യാൻ പറ്റിയത് അവരുടെ ഇതുകൊണ്ടാണ്. അത് റിലീസ് ചെയ്തു. പക്ഷേ അത് വിചാരിച്ച പോലെ ഒരു വലിയൊരു ക്ലിക്കായില്ല. ഞാൻ ഓപ്പണായിട്ട് പറയണം, ക്ലിക്കായില്ല. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ തെറ്റുണ്ടെന്ന്. എനിക്കൊരു ടൈമിങ് വളരെ കുറവായിരുന്നു ഷൂട്ടിൻ്റെ വേണ്ടിയിട്ട്. പിന്നെ ആഡിഷൻ നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ വിചാരിച്ച ഇത് കിട്ടിയില്ല. എന്താ പറയുക, നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, തിരക്കഥ സംഭവം എല്ലാവരും പറഞ്ഞ് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സമയം പെട്ടെന്ന് എടുത്ത് തീർക്കുക പറയും. ഞാൻ പിന്നെ തുടക്കക്കാരൻ ലെവലിൽ ചെയ്തതാണ് സംഭവം. പക്ഷെ എനിക്ക് വലിയൊരു സക്സസ് ആയില്ല. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാൻ ബിഗിനിങ് എന്ന് പറഞ്ഞത് എൻ്റെ ഈ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് നടന്നു. ഇതും ഇതുപോലെ തന്നെ, അതായത് 2025 ഒരു മാർച്ച് ലാസ്റ്റ് വീക്ക് മുതൽ ഞാൻ അതിൻ്റെ പുറകിലായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറേ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ട് ഞാനതിൻ്റെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്യുന്നു ഫസ്റ്റ് പെട്ടെന്ന് തന്നെ. പക്ഷേ എൻ്റെ ലാസ്റ്റ് പഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല. എനിക്കത് കറക്റ്റ് റിഹേഴ്സൽ കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ അത് ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശിയിൽ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ് എൻ്റെ ബാക്കി പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം പറഞ്ഞ ദുബായിലും എൻ്റെ കുറച്ച് 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ചെറിയ തരത്തിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവനെന്നെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാനത് അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്ത് 4-5 റിഹേഴ്സലോളം ഞങ്ങൾ ചെയ്തു. പക്ഷേ പിന്നീട് നമ്മൾ പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രൊജക്റ്റ് നടന്നില്ല.
പിന്നെ ആർട്ടിസ്റ്റിന് പല പല അവർക്ക് പല പല തിരക്കായി. പക്ഷേ അതിൽ നല്ല നല്ല ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു ഇതിലെല്ലാം. പിന്നെ ഒരു 2 ജെൻ ക്യാരക്ടർ, 2 3 ജെൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഓരോ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് വിചാരിച്ചുകൊണ്ട് നടന്നില്ല. ഞാനെപ്പോഴും എനിക്ക് സങ്കടമുണ്ട്. ബിഗിനിങ് എന്നോട് പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, കാണുമ്പോഴൊക്കെ ബിഗിനിങ്ങിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാറുണ്ട് പലതും. പക്ഷേ എനിക്ക് പറയുന്നത് വെച്ചാൽ ഒരു ബാക്ക് സപ്പോർട്ട് ആകുമ്പോൾ ഞാനതിൽ സത്യത്തിൽ എനിക്ക് 2 കാര്യമുണ്ട് അത് നടക്കാത്തതിൻ്റെ. ഒന്ന് എന്താ പറയുക, അതിൻ്റെ ലൊക്കേഷൻ. ഞാൻ ഒരുപാട് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ